ഹലോ നമസ്കാരം. ഇന്ന് ഞാനൊരു പപ്പായ തോരൻ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ കപ്ലങ്ങ എന്നാണ് പറയുന്നത്. ഉച്ചക്കത്തേന് ഒരു കപ്ലങ്ങ തോരൻ വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ, ഞാൻ മിക്കവാറും പച്ചക്കറി എന്ന് പറയുന്നത് പറമ്പിലുള്ള എന്തെങ്കിലും വെച്ച് ഒരു കറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പച്ചക്കറിയായിട്ട്. അപ്പം ഇന്ന് പപ്പായ തോരൻ വെക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും അറിയാൻ മേലാത്ത കൊച്ചു പിള്ളേരൊക്കെ കാണുമല്ലോ, ചെറിയ പിള്ളേരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിനായിട്ട് ഞാനൊന്ന് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അറിയാമല്ലോ, അതിൻ്റെ പ്രൊസീജിയറൊക്കെ അറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുക. അപ്പം നമുക്ക് പപ്പായ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഓക്കെ. പിന്നെ ഈ പപ്പായ ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് യെല്ലോ കളറിലല്ല, വൈറ്റ് കളറിൽ തന്നെ. അതായത് മഞ്ഞളിടുന്നില്ല. അപ്പോൾ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. പക്ഷേ സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് മഞ്ഞളും കൂടി ഇട്ടിട്ട് യെല്ലോ കളറിലായിരിക്കും. ഇന്ന് ഞാനൊരു ചേഞ്ച് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വൈറ്റ് കളറിലാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നത്. വൈറ്റ് കളറിൽ തന്നെ എനിക്കിഷ്ടമാണ്, വൈറ്റ് കളറിൽ ഉണ്ടാക്കുന്ന തോരൻ. അതുകൊണ്ട് വൈറ്റ് കളറിൽ. അപ്പോൾ രണ്ട് വിധത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, വരൂ നമുക്കത് ഉണ്ടാക്കാം. പപ്പായ കിട്ടി. ഇത് ചെറുതായിട്ടൊരു ചെറിയ യെല്ലോ കളറുണ്ട്, ചെനച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അതിൻ്റെ ടേസ്റ്റും നല്ലതാണ്. പഴുത്ത് പോയിട്ടില്ല, ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു സവാള ചെറുതായിട്ട് മുറിച്ചത്, കറിവേപ്പില, ഒരു 3-4 പച്ചമുളക്, ഒരു അരമുറി തേങ്ങ, ഒരു ചെറിയ പപ്പായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിട്ട് ഈ ചോപ്പറിലിട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഒരുമിച്ചിടാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ട് ഇടാം. അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ചിടാനും സ്പേസ് ഉണ്ടെങ്കിൽ ഒരുമിച്ചിടാം. ഉപ്പും കൂടെ വേണേൽ ഇതിനകത്തിടുക. ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്ത ശേഷം ഞാൻ കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മഞ്ഞളിടുന്നില്ല, മഞ്ഞ കളറിലല്ല കൊണ്ട് നമ്മുടെ തോരനിരിക്കുന്നത്. ഞാൻ ഈ ഞാനിപ്പം പപ്പായ നേരത്തെ, കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് പപ്പായ നേരത്തെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം ഉള്ളിയും ഇതെല്ലാം കൂടെ ഇട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് ചോപ്പ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടി. ഇത് ചോപ്പറുണ്ടെങ്കിൽ നമ്മുടെ അരിയലിന് ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കുത്തിയിരുന്ന് അരിയണ്ടേ, ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇപ്പം നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ ചോപ്പ് ചെയ്ത സാധനങ്ങൾ മൊത്തമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ടിട്ട് മൂടി വയ്ക്കുക. ജസ്റ്റ് ആവി വരിക മാത്രമേ ചെയ്യുള്ളൂ. ആവി വന്നാൽ ഉടനെ നമ്മൾ മൂടി പൊക്കിയിട്ട് ജസ്റ്റ് ഇളക്കുക, ഉപയോഗിക്കുക. ആവി വന്നിട്ട് ഒത്തിരി നേരം ഇരുന്ന് ആവിയിൽ വേവിക്കാനിടയാകരുത്. ജസ്റ്റ് ആവി വന്നാൽ ഉടനെ ആ ഒരു ടേസ്റ്റാണ് ഈ നമ്മുടെ ഈ കപ്ലങ്ങയ്ക്ക് ചേരുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ തനി നാടൻ സ്റ്റൈലിലാണ് എടുക്കുന്നത്. നമ്മുടെ കറിവേപ്പില മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് വൈറ്റ് കളറിലും യെല്ലോ കളറിലും ഉപയോഗിക്കാം. എനിക്ക് വൈറ്റ് കളറാണ് ഒന്നും കൂടെ ഇഷ്ടം. ഇതെന്നിട്ട് നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഇത് കൂടുതലെടുക്കുക, ചോറ് കുറച്ചെടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ ഒരു ഉണക്കമീൻ വറുത്തതോ
അല്ലെങ്കിൽ ചമ്മന്തിയോ, മീൻസ് കളർ കോമ്പിനേഷൻ നല്ലതാണ്, രസമായിരിക്കും. ഇതിപ്പം വൈറ്റ് കളറ്, ചോറിന് മറ്റേ കളറ്. അപ്പോൾ പരീക്ഷിച്ച് നോക്കൂ, എൻജോയ് ചെയ്യൂ, അഭിപ്രായം അറിയിക്കൂ.